CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ നമ്മോടൊപ്പമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. എങ്ങനെയാണ് ഒരു പ്രതീക്ഷകൾ മലപ്പുറത്തെ? കേരളത്തിലെ 10 വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയുകയും അതിനോടൊപ്പം തന്നെ തുടർന്ന് അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള മലപ്പുറം ജില്ലയ്ക്കകത്ത് രാജ്യത്താകെ മുസ്ലിം ന്യൂനപക്ഷവും അതുപോലെ തന്നെ ക്രൈസ്തവ പക്ഷവും കടുത്ത രൂപത്തിലുള്ള ആക്രമണങ്ങളെ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നേരിടുന്ന സന്ദർഭത്തിൽ BJP ഭരണകൂടം രാജ്യത്തെ മതരാഷ്ട്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അതിനെ നേരിടുന്നത് പരിമിതികളില്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനോട് പ്രതിരോധം സംഘടിപ്പിക്കുന്നു രാജ്യത്തിനകത്ത് ഇടതുപക്ഷമാണ്, ഇടതുപക്ഷ രാഷ്ട്രീയം. ഈ പോളിംഗ് ശതമാനത്തിലെ ഒരു വർധനവൊക്കെ ഉണ്ട്, അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ് SIR ഭാഗമായിട്ട് വോട്ടർ പട്ടിക പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് മരണപ്പെട്ടവരും അതുപോലെ തന്നെ ഡബിൾ വോട്ടും എല്ലാം ഇല്ലാതെയായിട്ട് അതിന്റെ ഭാഗമായിട്ടൊരു വർധനവ് വന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരമാണ് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ആ മത്സരത്തിന്റെ ഭാഗമായി ഇടതുപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയവും അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ നല്ലതുപോലെ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ നല്ലതുപോലെ വോട്ടിംഗ് ശതമാനം ഇടതുപക്ഷത്തിന് അനുകൂലമായി വരികയും ഇടതുപക്ഷത്തിന്റെ വോട്ട് ഗണ്യമായ രൂപത്തിൽ നമ്മുടെ ജില്ലയ്ക്കകത്ത് വർദ്ധിക്കുകയും ചെയ്യും. മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടി ഇവരിറക്കിയിട്ടുള്ള വ്യാജ പ്രചരണം ഉണ്ടായിരുന്നു. UDF പരാജയപ്പെട്ടാൽ ഇവിടെ BJP വരും എന്നുള്ളൊരു ഭീഷണിയാണ് ജനങ്ങളുടെ മുമ്പിൽ ഇവർ മുഴക്കിയിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവര് SIR നടപ്പിലാക്കിയത് പിണറായി ഗവൺമെന്റാണ് എന്ന രൂപത്തിൽ വ്യാജ പ്രചരണങ്ങളിലൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിക്കാം എന്നുള്ളതാണ് ഒരു വ്യാമോഹം. എന്നാൽ അതിന് വ്യത്യസ്തമായുള്ള സമീപനമാണ് മതന്യൂനപക്ഷങ്ങൾ സ്വീകരിക്കുന്നത്. അവരുടെ സംരക്ഷണം മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷത്താണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നത് ഒരു ഇടതുപക്ഷ ഗവൺമെന്റാണ് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രചരണത്തിന്, വ്യാജ പ്രചരണത്തിൽ ഇവർ വിധേയരാവില്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവരുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും പൊതുവെ വിശ്വാസം അർപ്പിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി സഹകരണം വലിയ ചർച്ചയായിരുന്നതാണ്. സമസ്തയുടെ ഇരു വിഭാഗങ്ങളും വലിയ തോതിൽ വിമർശനം ആദ്യഘട്ടത്തിലൊക്കെ ഉയർത്തിയിരുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും. ഇത് ഇടതുപക്ഷത്തെ എങ്ങനെയാണ് ഈ മലപ്പുറം ജില്ലയിൽ സ്വാധീനിക്കുന്നത്? ഇത്തരം സംഘടനകളുടെ, ഈ ജമാഅത്ത് വിരുദ്ധ സംഘടനകളുടെ ഒരു ഏകീകരണം LDFന് അനുകൂലമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മൾ കാണേണ്ടത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന RSSനെ പോലെ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരു സംഘടനയുമായി ഒത്തുതീർപ്പും രാഷ്ട്രീയ ധാരണയും ഉണ്ടാക്കി അവർ കൂടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏതാനും സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസും ലീഗും ചില മണ്ഡലങ്ങളിൽ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ, അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെയും അവര് നേരിട്ടിട്ടുള്ളത്. ഇത് ആപൽക്കരമായ ഒരു രാഷ്ട്രീയ സഖ്യമാണ്, രാഷ്ട്രീയ ധാരണയാണ്. ഇത് നമ്മുടെ രാജ്യത്തിനകത്ത് BJPക്ക് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന്, അവരെ വളർത്തുന്നത് സഹായകരമായ ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ ധാരണയ്ക്കെതിരായി, ഈ പ്രതിലോമ രാഷ്ട്രീയത്തിനെതിരായി ഇടതുപക്ഷം ശക്തമായി പ്രതികരിച്ചത്. ജനങ്ങൾക്കിടയിൽ ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു.
അതേ നിലപാടുകൾ തന്നെയാണ് സാമുദായിക മത പണ്ഡിതന്മാരും സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇടതുമുന്നണി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ വിഷയങ്ങൾ ജനങ്ങൾ സ്വീകരിച്ചുവെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ഉള്ളത്. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സാലിഹ്, കൈരളി ന്യൂസ്, മലപ്പുറം.